രാഷ്ട്രീയമെന്നത് പരിധിയില്ലാത്ത സാധ്യതകളുടെ കളിയാണ്. യഥാർത്ഥത്തിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വരുമ്പോഴാണ് ജനാധിപത്യത്തിൽ ഈ സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് NDA സഖ്യത്തിന്റെ പൂർണ്ണ ഭൂരിപക്ഷത്തിലേക്കാണ് സാധ്യതകൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ സഖ്യം കടുത്ത പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സഖ്യത്തിന്റെ സാധ്യതകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിനിടെ കേന്ദ്രത്തിലെ സാധ്യതകൾ പരിശോധിക്കുമെന്ന് ശരത് പവാർ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. പ്രധാനമായും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കുറിച്ചാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇരുവരുടെയും നിലപാടുകൾ എപ്പോൾ വേണമെങ്കിലും മാറാമെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അതേസമയം നിതീഷ് കുമാർ NDAയിൽ തന്നെ തുടരുമെന്ന് JDU നേതാവ് KC ത്യാഗി പറഞ്ഞു. എന്നാൽ ഇക്കാലത്ത് ഒന്നും വിശ്വസിക്കാനാകാത്ത സ്ഥിതിയാണ്. രാഷ്ട്രീയക്കാർ ഉച്ചയ്ക്കൊരു കാര്യം ട്വീറ്റ് ചെയ്യും, വൈകുന്നേരത്തോടെ മറ്റൊന്ന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഒന്നും പറയാനാകില്ല. വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ത് വില കൊടുത്തും ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ അത് സാധ്യമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ട്രെൻഡുകളിൽ NDA ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞിരിക്കുന്നു. BJP നയിക്കുന്ന NDA 292 സീറ്റുകൾ നേടിക്കഴിഞ്ഞു. അതേസമയം ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത്. 234 സീറ്റുകൾ അവർ നേടിക്കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJPക്ക് ഒറ്റയ്ക്ക് 272 എന്ന ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തെലുങ്കുദേശം പാർട്ടി, ജനതാദൾ U എന്നീ രാഷ്ട്രീയ പാർട്ടികളെ BJPക്ക് ആശ്രയിച്ചേ മതിയാകൂ എന്ന് സാരം. ഇത്തരമൊരു സാഹചര്യത്തിൽ സഖ്യകക്ഷികളെ കൂടെ നിർത്തുക മാത്രമല്ല, അവരെ വിശ്വസ്തരായി അംഗീകരിക്കുകയും ചെയ്യേണ്ടത് BJPയുടെ ബാധ്യതയാണ്. അതായത് സഖ്യകക്ഷികൾ പറയുന്നത് കേൾക്കേണ്ടി വരും എന്ന് സാരം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് പ്രകാരം തെലുങ്കുദേശം പാർട്ടി 16 സീറ്റുകളും JDU 12 സീറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ LJP 5, JDS 2, RLD 2, NCP 1, ശിവസേന ഷിൻഡെ 7 എന്നിങ്ങനെ മുന്നണിയിലെ മറ്റു കണക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിയുടെയും JDUവിൻ്റെയും പ്രാധാന്യം വർദ്ധിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ ഇന്ത്യ മുന്നണി ഒരുപക്ഷെ ഈ രണ്ട് പാർട്ടികളെ കൂടെ കൂട്ടാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് വരെ NDAയുടെ കൂടെ നിന്ന പല രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UPAയുടെ ഭാഗമായിരുന്ന കാഴ്ച 2004 നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു ചോദ്യമുയരുന്നത്. നിതീഷും ചന്ദ്രബാബു നായിഡുവും ഇന്ത്യൻ സഖ്യത്തിനൊപ്പം വന്നാലോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇന്ത്യ മുന്നണിയിലോ NDAയിലോ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് 17 സീറ്റുകളാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും ഇവരെ സ്വാധീനിക്കുമായിരിക്കും. എന്നാൽ ജനവിധി മനസ്സിൽ വച്ചുകൊണ്ട് ഈ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലേക്ക് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? നിലവിൽ NDAയിലുള്ള നിതീഷും ചന്ദ്രബാബു നായിഡുവും ചേർന്ന് NDAയ്ക്ക് 30 സീറ്റുകൾ നൽകും. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് NDAയ്ക്ക് 292 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി എന്നിങ്ങനെയുള്ള പ്രാധാന്യമുള്ള ഓഫർ ലഭിച്ചാൽ ഇവർ ഉറപ്പായും ഇന്ത്യ മുന്നണിയിലേക്ക് വരുമെന്ന് വിശ്വസിക്കാം. നിലവിലെ സാഹചര്യത്തിൽ ആര് എങ്ങോട്ടൊക്കെ പോകുമെന്ന് പറയാൻ കഴിയില്ല. സ്വതന്ത്രരായി നിൽക്കുന്ന 17 സീറ്റുകളുടെ ഉടമകളും ഇനി ഒരുപക്ഷെ കിങ് മേക്കർമാർ ആകും. അവരിൽ ചിലർ NDAയിലേക്കും മറ്റു ചിലർ ഇന്ത്യ പക്ഷത്തേക്കും പോകുമെന്നുള്ളതും കണക്ക് കൂട്ടാം. അതിനിടയിൽ നടന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശരത് പവാർ TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സാധ്യതകൾ ആരായുന്നതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചതെന്നാണ് സൂചനകൾ. അതേസമയം ഇന്ന് ഡൽഹിയിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം കൂടുകയും അടുത്തതായി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമെന്നാണ് ശരത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. നായിഡുവിൻ്റെയോ നിതീഷ് കുമാറിൻ്റെയോ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ NDAയ്ക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേസമയം BJPയുടെ ആന്ധ്രാപ്രദേശ് കാര്യ ചുമതലയുള്ള സിദ്ധാർത്ഥ് നാഥ് സിംഗ് ചന്ദ്രബാബു നായിഡുവിനെ സന്ദർശിച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാന ആശങ്ക കൂടി ഇന്ത്യ മുന്നണി നേരിടുന്നുണ്ട്. രണ്ട് പ്രധാന പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും. UPയിൽ സമാജ്വാദി പാർട്ടിക്ക് 37 സീറ്റുകളും കോൺഗ്രസിന് 6 സീറ്റുകളുമാണ് ലഭിച്ചത്. BJP 33 സീറ്റുകൾ വിജയിച്ചു. അതേസമയം ബംഗാളിൽ മമതാ ബാനർജിക്ക് 29 സീറ്റുകളാണ് ലഭിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ നേതാവായി ഉയർന്നു വന്നു കഴിഞ്ഞു. മമതയുടെ സീറ്റുകൾ മുന്നണിയിൽ അവരെ ഏറ്റവും സ്വാധീനമുള്ള മൂന്നാമത്തെ വ്യക്തിയാക്കുന്നുണ്ട്. അതേസമയം അഖിലേഷ് യാദവിനും മമതാ ബാനർജിക്കും വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാം. എന്നാൽ മുന്നണിയുടെ നിലനിൽപ്പിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് തീർച്ചയായും അറിയാമായിരിക്കും. ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളത് പ്രധാനമന്ത്രി സ്ഥാനത്തിനോ
മുഖ്യമന്ത്രി സ്ഥാനത്തിനോ ഉള്ള അർഹതയായി കണക്കാക്കാനാകുമോ എന്ന കാര്യം സംശയമാണ്. ബീഹാറിൽ സഖ്യകക്ഷികളെക്കാൾ സീറ്റുകൾ കുറവാണെങ്കിലും നിതീഷ് കുമാറാണ് വർഷങ്ങളായി അവിടെ മുഖ്യമന്ത്രിയാകുന്നത്. മഹാരാഷ്ട്രയിൽ BJP ഏറ്റവും വലിയ കക്ഷികളിൽ ഒന്നാണെങ്കിലും ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നും ഉപമുഖ്യമന്ത്രിയായി തുടരുകയാണ്. ചുരുക്കത്തിൽ ആര് സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ സാധ്യതകളുടെ വാതിൽ മലർക്കെ തുറന്നുകിടക്കുകയാണ്. തുറന്നുകിടക്കുന്ന ആ വാതിൽ കൂടി ആരൊക്കെ അകത്തു കയറുമെന്നുള്ളതാണ് ചോദ്യം.